വേണ്ട ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ തള്ളി വരും. കുളവാഴയും ഇതും മാത്രമല്ല. ഹായ് നമസ്കാരം, ബ്ലോഗേട്ടനാണ്. എൻ്റെ നാട്ടിൽ തന്നെയാണ്. നല്ല മഴയായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല മഴ തകർത്തു. ശനിയാഴ്ചയും ഞായറാഴ്ച കുറച്ച് കുറവായിരുന്നു പകൽ, പക്ഷേ രാത്രി അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. അതുപോലെ കടൽ നന്നായിട്ട് കൂടി നിൽക്കുകയാണ്. കടൽ കയറി വന്നുകൊണ്ടിരിക്കുക. അതായത് കുഴിപ്പൻ തിരമാലകൾ അടിച്ചിങ്ങനെ കുഴിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതായത് ഈ പുഴയുമായിട്ട് ഇനി മുട്ടാനായിട്ട് അധിക ദൂരമില്ല കേട്ടോ. കടലും പുഴയുമായിട്ട് കൂടിച്ചേരാനായിട്ട് അധിക ദൂരമില്ല. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. രാവിലെ ഒരു 7 മണി ആവുന്ന സമയം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ടേ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ ഇന്നും അവധി തന്നെയാണ്. അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ തൃശ്ശൂർ ജില്ലയിലും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അവധിക്കാണെന്ന് വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ വെള്ളത്തിലിറങ്ങാനോ കളിക്കാനോ മീൻ പിടിക്കാനോ ഒക്കെ പരമാവധി പോവാതിരിക്കുക. കാരണം എവിടെയാണ് അപകടം പതിയിരിക്കുന്നത് നമുക്ക് വെള്ളക്കെട്ടിലൊന്നും അറിയാൻ പറ്റില്ല, എത്ര നീന്തൽ അറിയുന്നവരാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ പരമാവധി സേഫായിട്ടിരിക്കുക എല്ലാവരും. എന്തെങ്കിലുമൊക്കെ അപകടങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ ഗവൺമെൻറ് പറയുന്ന നമ്പറുകളിലൊക്കെ വിളിച്ച് സഹായം തേടുക. അങ്ങനെ പരമാവധി സേഫായിട്ടിരിക്കുക കേട്ടോ. കടൽ അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളം ഒഴുകിയ പാടുകളൊക്കെ കാണാം. ഇപ്പോൾ റോഡ് നമുക്ക് ഇവിടം വരെയാണ് ഉള്ളത് കേട്ടോ. അതായത് അവിടെ നിന്ന് ഇങ്ങനെ റോഡ് വളഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെയാണ് ഇപ്പോൾ ഈ റോഡുള്ളത്, ഈ ഒരു കൽവേട്ട് വരെ. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് അഴിമുഖത്തേക്ക് റോഡ് പോയിരുന്നതാണ്. മുമ്പൊക്കെ വന്നിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കും അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്ക് പോലും അറിയാൻ പറ്റും ഇവിടെ റോഡ് ഉണ്ടായിരുന്ന കാര്യമൊക്കെ. അതൊക്കെ പോയിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി. അപ്പോൾ എന്തായാലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ കടലിലെത്തും. റോഡ് കഴിഞ്ഞ് അധിക ദൂരം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുമ്പ് റോഡ് കഴിഞ്ഞ് കുറേ നടക്കണമായിരുന്നു കടൽ എത്തണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട്. ഇപ്പോൾ ഇറക്കമാണ് കേട്ടോ, നല്ല ഇറക്കമാണ് ഈ സമയത്ത്, വറ്റിയ ഇറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലിപ്പോൾ വലിയ ഭീകരതയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ കുഴിച്ച് എവിടെ വരെ എത്തി എന്നുള്ളത് ഈ ഒരു മോട്ടോർ ഷെഡ് ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ് ഈ ഒരു മോട്ടോർ ഷെഡ്. അതായത് ഇവിടെ മുമ്പ് വലിയ തെങ്ങും പറമ്പായിരുന്നു. ആ തെങ്ങും പറമ്പിൽ നനയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന പമ്പ് സെറ്റൊക്കെ വെച്ചിരുന്ന ഷെഡാണ്, മോട്ടോർ ഷെഡാണ്. അതിൻ്റെ അതുവരെയും കുഴിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു തെങ്ങ് 2 ദിവസം മുന്നേ 3 ദിവസം മുന്നേ വരെ ഈ തെങ്ങിൻ്റെ ബോർഡറിൽ, ഈ ഒരു തെങ്ങൊരു ബോർഡറായിട്ട് നിൽക്കുമായിരുന്നു. ആ തെങ്ങിൻ്റെ പൊല്ല, ആ വേരുകൾ കണ്ടോ, ആ വേരുകളുടെ കളർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അതായത് ഇതിപ്പോൾ പുറത്ത് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ആ ചുവപ്പ് കളറിൽ വേര് നിൽക്കുന്നുണ്ടോ. അതായത് ഇവിടെയൊക്കെ മണലായിരുന്നു, ഇതൊക്കെ മൂടിക്കെടുക്കുമായിരുന്നു. ഇവിടം വരെയും മണലായിരുന്നു. അപ്പോൾ അതൊക്കെ തുറന്നിട്ട് ഇപ്പോൾ ഇവിടം വരെയും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ കുഴിച്ച് വരുന്നുണ്ട്. അങ്ങോട്ടും തെക്കോട്ടും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. അതുപോലെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കുളവാഴകൾ, പായലുകളൊക്കെ വന്നടിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ബണ്ടുകളൊക്കെ തുറന്നുകൊണ്ടാണ്. ഏനമാവ് ബണ്ട്, ഇടിയഞ്ചിറ ബണ്ട് ഒക്കെ തുറന്ന് അതിൽ നിന്ന് വരുന്നതാണ്, ഈ തള്ളി വരുന്നതാണ് കേട്ടോ ഈ കുളവാഴയും സംഭവങ്ങളൊക്കെ. ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ തള്ളി വരും. കുളവാഴയും ഇതും മാത്രമല്ല, കുറേ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റുകളും. ഒരു ഹെൽമെറ്റ് കണ്ടോ, ഒരു ബ്ലൂ ഹെൽമെറ്റ്. അതുപോലെ ഈ ഒരു പൈപ്പ് കണ്ടോ, ഇത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് കേട്ടോ. വാട്ടർ അതോറിറ്റിയുടെ മുമ്പ് കുടിവെള്ള പൈപ്പാണ്, ഇവിടെ ഉണ്ടായിരുന്ന കുടിവെള്ള പൈപ്പാണ്. അങ്ങോട്ടൊക്കെ വീടുകൾ ഒരുപാട് ഉണ്ടായിരുന്ന കാലത്ത്, ഇവിടെ റോഡ് ഉണ്ടായിരുന്ന സമയത്ത് ഇട്ടിരുന്ന കുടിവെള്ള പൈപ്പാണ് കാണുന്നത്. അതുപോലെ ഇവിടെ എല്ലാം, ഇവിടെ ഇനി കാണിക്കാൻ വീടുകൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് വീടുകളൊന്നും നമുക്കിനി കാണിക്കാൻ പറ്റില്ല. കാരണം എല്ലാ വീടുകളും പോയി. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കാണിച്ചിരുന്നല്ലോ, അവസാനത്തെ വീടും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി വീടുകൾ എന്ന് പറയാനൊന്നുമില്ല. ഇനി വീടുകൾ വരണമെങ്കിൽ ഇങ്ങോട്ട് കുഴിച്ചതാ ഈ പുഴയും, ആ ഒരു പുഴയും കടലും തമ്മിൽ, ഈ ഒരു കടലും തമ്മിൽ കൂട്ടിമുട്ടണം. ആ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് വരുന്ന വീടുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടടക്കം ഒരുപാട് വീടുകൾ ഇനിയും അവിടെ ഉണ്ട്. അപ്പോൾ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ വൻ ദുരന്തമാണ് സംഭവിക്കാൻ പോണത് കേട്ടോ. അതായത് ഇവിടെയൊക്കെ കുഴിച്ചിട്ട് നോക്കി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. നമുക്ക് ഒരു ഡ്രോൺ വിഷ്വലൊക്കെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ഡ്രോൺ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാറ്റത്ത് പറത്താനും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് കേട്ടോ. നമുക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് നോക്കാം, എന്താണ് അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ ഇതിലെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിങ്ങനെ കുഴിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ കരഭൂമി എന്ന് പറയുന്നത് ഇനി വളരെ കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഇവിടെ കുഴിച്ച് കയറുന്നുണ്ടോ ഇത്രത്തോളം. ഇവിടെ ഈ അടമ്പൊക്കെ പടർന്ന് കിടക്കുന്നുണ്ടോ. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന, ഇവിടെ ഒരു വിധം സേഫായിട്ട് നിന്നിരുന്നതാണ് ഈ ഒരു ഭാഗമൊക്കെ. ഇപ്പോൾ ഇനിയിപ്പോൾ നോക്കിയേ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയേ, വളരെ കുറച്ച്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പറ്റാവുന്ന ഹൈറ്റിൽ നിന്ന് ഞാനൊന്ന് കാണിച്ചു തരാം.
ഇവിടെ ഇനിയിപ്പം നടക്കാൻ പോലും ദൂരെ സ്ഥലമില്ലാത്ത രീതിയിലാണ് കേട്ടോ ഇപ്പോൾ കയറിയിട്ടുള്ളത്. നോക്കിയേ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നപ്പോൾ ആ ഒരു തൈയൊക്കെ ഇത്രത്തോളം കയറിയിട്ടുണ്ടായിരുന്നു, ഇത്രത്തോളം കടൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് ജസ്റ്റ് ആ തൈൻ്റെ അവിടം വരെ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത്രത്തോളം കയറി വന്നു ഇങ്ങോട്ട്. ഇനി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. ആ പൈപ്പൊക്കെ ഇവിടെയും കാണാം കേട്ടോ, ഇവിടെയും കാണാം. ആ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോയിട്ടുള്ളതൊക്കെ കാണാം. പുറത്ത് വന്ന പൈപ്പുകളൊക്കെ കുറേയൊക്കെ പോയി. ഇവിടെ ഒരുപാട് കല്ലുകൾ കാണാം നമുക്ക്. അതായത് ഈ കടൽ ഭിത്തിയുടെ കല്ലുകളാണ് കേട്ടോ ഇത്. കടൽ ഭിത്തി ഉണ്ടായിരുന്നതിൻ്റെ കല്ലുകളെല്ലാം അടിച്ച് കയറ്റിയിട്ട് ഇങ്ങോട്ട് കയറ്റിയിട്ടിരിക്കുക. ഈ ഒരു കോർണറിൽ മാത്രമാണ് കുറച്ച് കല്ലുണ്ടായിരുന്നത് മുമ്പ്. അന്ന് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിനൊരു സേഫ് ആക്കിയിട്ട് നിർത്തിയിരുന്നത് ഈ കല്ലുകളായിരുന്നു. അവിടെ ഈ കോർണറിൽ കുറച്ച് കല്ലുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കല്ലുകളൊക്കെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് അടിച്ച് കയറ്റിയിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെ കടൽ ഭിത്തിയുടെ കല്ലുകളാണ് കേട്ടോ. ഈ റോഡ് കണ്ടോ, ഈ റോഡിലൂടെ വന്നിട്ട് കണ്ടോ, റോഡാണ് കേട്ടോ അത്. ഈ റോഡിലൂടെ വന്നിട്ട് ഈ റോഡിൻ്റെ ഇപ്പുറത്തായിരുന്നു ആ വീടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് ദൂരം കഴിഞ്ഞിട്ടായിരുന്നു കടലുണ്ടായിരുന്നത്. ഇതിന് മുമ്പ് കുറച്ച് വർഷം മുമ്പൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ റോഡിൽ കൂടെ വന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിരുന്നത്. അതിൻ്റെ അപ്പുറത്ത് അന്ന് തകർന്നു പോയ ആ വീടുണ്ട്. എന്നാലും അവിടെ വരെ നടക്കാം. അത് അന്ന് നമ്മൾ കാണിച്ചതാണ്. പക്ഷേ എന്നാലും ഓരോ ദിവസവും ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ ജിയോ ബാഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന സ്ഥലമാട്ടോ. ജിയോ ബാഗിൻ്റെ അവശിഷ്ടങ്ങൾ ഇതാ ഇപ്പോൾ പുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ജിയോ ബാഗ് ഉണ്ടായിരുന്നതാണ്. ജിയോ ബാഗൊക്കെ മണ്ണിൽ മൂടിപ്പോയതായിരുന്നു. അതൊക്കെ കണ്ടോ, ജിയോ ബാഗൊക്കെ തകർന്നു പോയി, എന്നിട്ട് അത് മണ്ണിൽ മൂടിയും പോയി. അതാണ് ഈ കാണുന്ന, ഈ വെളുത്ത് കാണുന്നതൊക്കെ കേട്ടോ. അപ്പോൾ കുറേ പേര് ചൂണ്ടയിടാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചൂണ്ടയിടാൻ വരുന്നവരുടെ ഒരു അറിവിലേക്കായിട്ടാണ് ഈ ഒരു സാധനം. ഈ കുളവാഴകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂണ്ടയിടുമ്പോൾ കുറച്ച് പ്രശ്നമാണ് ഈ കുളവാഴ. കാരണം നമുക്കറിയാം, ചൂണ്ടയിട്ട് വലിക്കുന്ന സമയത്ത് ഇതൊക്കെ കുടുങ്ങിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ചൂണ്ടയിടുന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ കടലിൽ വല വയ്ക്കുന്നവർക്കായാലും കണ്ടാടി വലകൾ ഇടുന്നവർക്കായാലും ഒക്കെ കുറച്ച് ഭീഷണി തന്നെയാണ് ഈ കുളവാഴകൾ. അത് ഒരുപാട് വന്നടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് വന്നടിഞ്ഞിട്ടുണ്ട്. ആ വീടും കഴിഞ്ഞിട്ട് എത്ര ദൂരം കയറിയെന്ന് നോക്കിയേ. മുമ്പ് നമ്മൾ ആ വീട് വീണ സമയത്ത് കാണിക്കുമ്പോൾ പോലും ഇത് ഇത്രത്തോളം ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ വീടും കഴിഞ്ഞ് ഒരുപാട് ഇങ്ങോട്ട് കയറി. ഈ തെങ്ങിൻ്റെ ഒക്കെ കുറ്റികളൊക്കെ നിൽക്കുന്നുണ്ട്. അത് കുറച്ചാൾ മുന്നേ മുറിച്ചെടുത്തതാണ് കേട്ടോ. അതായത് തല പോയി നിന്നിരുന്ന കുറേ തെങ്ങുകൾ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറ്റികളൊക്കെയാണ് നിൽക്കുന്നത്. തകർന്ന വീട് അവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു ഭാഗം മാത്രം കുഴിക്കാണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വീട് അവിടെ നിൽക്കണോണ്ട് മാത്രം അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും കുഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതാ കണ്ടോ, ഇതാണ് അന്ന് നമ്മൾ കാണിച്ച ആ തകർന്ന വീട് കേട്ടോ. അതും കഴിഞ്ഞിട്ട് ആ വീട് കഴിഞ്ഞിട്ട് കുഴിച്ച് അവിടെ വരെ എത്തി നോക്കിയത്. ഇവിടം വരെയും കുഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര ഹൈറ്റിലാന്ന് നോക്കിയേ. ഇവിടെ മണൽ കയറി ഉണ്ടായിരുന്നു. അതൊക്കെ കുഴിച്ചെടുത്തിട്ട് കണ്ടോ. ആ വീടിൻ്റെ ഗേറ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഇരുമ്പ് ഗേറ്റ്, അതൊക്കെ മണലിൻ്റെ അടിയിലായിരുന്നു. അതൊക്കെ ഇപ്പോൾ പുറത്ത് വന്നു. ആ ഒരു വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷീറ്റും അതിൻ്റെ കുറ്റിയും ഒക്കെയാണ് കാണുന്നത്. കണ്ട, അങ്ങോട്ടും ഇത് തന്നെ അവസ്ഥ. നമ്മളെത്ര നടന്നാലും അവിടെയും ഒരു വീടുണ്ടായിരുന്നു. ആ വീട് തകർന്നു പോയത്. അതുപോലെ പുലിമുട്ട്, ഇതൊക്കെ അവിടെ കാണാം. ഇവിടെ ഈ കാണുന്നത്, ഇവിടെ ഈ കടലിൽ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ഒരു വെയ് ബ്രിഡ്ജ് ആയിരുന്നു. വെയ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പുലിമുട്ടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഇവിടെ കല്ലുകൾ വരും. വലിയ ടോറസിലൊക്കെ ആയിട്ടാണ് വലിയ വലിയ കല്ലുകൾ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ആ കല്ലുകൾ കൊണ്ടുവരുന്ന ലോറികൾ ഇവിടെ വന്നിട്ട് തൂക്കം നോക്കുമായിരുന്നു. അതിനു വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു വെയ് ബ്രിഡ്ജാണത്. ആ വെയ് ബ്രിഡ്ജ് കരയിലായിരുന്നു. കരയിൽ കടലിനേക്കാളും ഒരുപാട് ദൂരെ ഇപ്പുറത്തായിരുന്നു ആ വെയ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നത്. ആ വെയ് ബ്രിഡ്ജിനപ്പുറത്ത് കര കുറേ ഉണ്ടായിരുന്നു. ആ കര കഴിഞ്ഞിട്ട് കടൽ ഭിത്തി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ ചൂണ്ടയിടാനൊക്കെ വന്നിരുന്നതാണ്. അപ്പോൾ ആ വെയ് ബ്രിഡ്ജാണ് ഇപ്പോൾ അവിടെ കടലിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കടൽ എത്രത്തോളം ഓരോ വർഷവും കയറി വരുന്നുണ്ട്. കയറിയത് തിരിച്ചിറങ്ങുന്നില്ല എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ. അതായത് കരയുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ കടലായിട്ട് മാറുകയാണ് പതുക്കെ എങ്കിലും. ഇപ്പോൾ ഈ വീട് കഴിഞ്ഞിട്ട് എത്രത്തോളം അങ്ങോട്ട് കുഴിച്ചു എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഇതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ കുഴിച്ച പ്രദേശങ്ങളുണ്ടല്ലോ,
കുറച്ച് സ്ഥലങ്ങൾ ചിലപ്പോൾ മണലിട്ട് നികത്തുമായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരു 10 മീറ്റർ കുഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ 1 മീറ്ററോ 2 മീറ്ററോ ചിലപ്പോൾ നികത്തും. ബാക്കി 9 മീറ്റർ അല്ലെങ്കിൽ 8 മീറ്റർ അങ്ങ് പോവും. അല്ലെങ്കിൽ ഒരു വർഷം തന്നെ ചിലപ്പോൾ ഒരു 20 മീറ്റർ കയറും. അതിലൊരു 4 മീറ്ററെങ്കിലും ചിലപ്പോൾ തിരിച്ച് കിട്ടുമായിരിക്കും. പക്ഷെ ബാക്കി അങ്ങ് പോവും. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പം ഇത്രയും ഭാഗം കടലായിപ്പോയി. കണ്ടാ, കടലിൽ തകർന്ന് കിടക്കുന്ന വീട്. കുറച്ച് ദിവസമായിട്ടുള്ളത് തകർന്നിട്ട്. ഇപ്പോൾ ഇറക്കായതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. മുമ്പ് അങ്ങനെ പറ്റിയിരുന്നില്ല. ഏറ്റത്തിൻ്റെ സമയത്തൊന്നും ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കണ്ടാ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ പുലിമുട്ട് വരെയുള്ള സ്ഥലം എത്രത്തോളം പോയി നോക്കി. അവിടം വരെയും വൈപ്പ് ഔട്ടായി. അവിടുത്തെ എല്ലാ വീടുകളും പോയി. ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിലും ഏകദേശം നമുക്ക് പൊക്കാഞ്ചേരി വരെയും കാണാൻ പറ്റുന്ന രീതിയിൽ ഒരേ ലെവലിലാക്കി. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിയും ഇറങ്ങിയൊക്കെ നിന്നിരുന്ന കരകളെല്ലാം ഒരേ ലെവലിലാക്കി. ഉണ്ടായിരുന്ന വീടുകളെല്ലാം വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പം മഴ തോർന്ന് നിൽക്കുകയാണ്. തോർന്നെന്ന് പറയാറായിട്ടില്ല, ചാറിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏറ്റം വരും, കുറച്ച് കഴിയുമ്പോൾ ഏറ്റാവും. ഏറ്റാവുമ്പോൾ എന്താണ് അവസ്ഥ എന്നറിയാൻ പറ്റില്ല. എന്തായാലും ഗണേശമംഗലം ബീച്ച്, വാടാനപ്പള്ളി ബീച്ച്, അതുപോലെ ഈ ഏരിയകളൊക്കെ നല്ല രീതിയിൽ കടൽ കയറുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. അവിടുത്തെ അവസ്ഥയും കൂടി അറിയണമല്ലോ. അപ്പോൾ എന്തായാലും ശരി, എല്ലാവരും ഒന്നുകൂടി പറയുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുക. നിങ്ങളുടെ അവിടെയൊക്കെ പ്രത്യേകിച്ച് മലയോര മേഖലകൾ സേഫാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക, അധികാരികളെ അറിയിക്കുക. ശരി, എന്തായാലും ബൈ.